ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സുരേശ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ. അഹ സംവത്സരോ വ്യാല പ്രത്യയ സർവദർശന. സുരേശ, ദേവന്മാരുടെ ഈശൻ. താൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് രക്ഷയും നന്മയും ചെയ്യാനത്രേ ദേവന്മാരെ സൃഷ്ടിച്ചത്. അവർ യാഗങ്ങൾ വഴിയാണ് മനുഷ്യരുമായി ബന്ധപ്പെടുന്നത്. ദേവന്മാർക്കും നാഥനായിരിക്കുന്നതിനാൽ സുരേശൻ. ശരണം, ശരണമേകുന്നവൻ. സംസാര ദുഃഖത്തിൽ ഒരേ ഒരു അഭയം വർത്തിക്കുന്നത് ഭഗവാൻ മാത്രം. ശരണം ചോദിക്കുന്നവർ 4 വിധമാണ് എന്ന് പറയുന്നു: ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ഗീതയിൽ ഭഗവാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ദുഃഖത്തിൽ ഭഗവാന്റെ നേർക്ക് തിരിയുന്നവരുണ്ട്. അർത്ഥലാഭത്തിനായി ശരണാഗതി അടയുന്നവരുമുണ്ട്. ആത്മജ്ഞാനത്തിൽ കൗതുകം പൂണ്ട് ചെല്ലുന്നവരുണ്ട്. ജ്ഞാനികളുണ്ട്. ഇവർക്കെല്ലാം ആശ്രയം നൽകുന്നു ഭഗവാൻ. ശർമ്മ, സന്തോഷം. ഭഗവാന്റെ സഹജ സ്വഭാവം ആനന്ദമാണ്. സത്ത്, ചിത്ത്, ആനന്ദം. സദാ സന്തോഷവാനാണ് അവിടുന്ന്. വിശ്വരേത, പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം. അതിനാൽ വിശ്വരേതസ്. ഭഗവാൻ എന്ന വിത്തിൽ നിന്നും ഉയർത്തിയതാണ് ഈ പ്രപഞ്ചം. പ്രജാഭവ, ഉൽപ്പത്തി സ്ഥാനം. പ്രജകൾ ആരിൽ നിന്ന് ഉത്ഭവിക്കുന്നു അവൻ പ്രജാഭവൻ. സപ്തർഷികളും 4 മനുക്കളും അവിടന്നിൽ നിന്നുണ്ടായി. അവരിൽ നിന്ന് ബാക്കി പ്രജകളും. ഇങ്ങനെ എല്ലാം ഭവിപ്പിക്കയാൽ പ്രജാഭവൻ. അഹ, പ്രകാശം സ്വരൂപമായിട്ടുള്ളവൻ. നടരാജഗുരു പറയുന്നു, ഈ ലോകത്തിൽ ഈശ്വരനെ കാണണമെങ്കിൽ പ്രകാശ സ്വരൂപമായിട്ടേ അത് കാണാൻ പറ്റൂ എന്ന്. സംവത്സര, കാലസ്വരൂപത്തിൽ വർത്തിക്കുന്നവൻ. ഭഗവാൻ തന്നെയാണ് കാലം. വിനാഴിക, നാഴിക, ദിവസം, മാസം എന്നിങ്ങനെ ഒരു വൃത്തം തികയുമ്പോൾ ഒരു സംവത്സരം. പ്രജാപതി സംവത്സരമായിരിക്കുന്നു. തൻ്റെ വത്സന്മാരെ സംരക്ഷിക്കുന്നതിനാലാണ് സംവത്സരം എന്ന് പറയുന്നത്. വ്യാള, ഒരിക്കലും പിടികൊടുക്കാത്തവൻ. അതായത് ഉഗ്രവിഷമുള്ള സർപ്പത്തെ പോലെ. കൊടും വിഷമുള്ള സർപ്പമാണ് വ്യാള. പിടികൂടാൻ പ്രയാസം. പിടികൂടിയാലും രക്ഷപ്പെട്ടു. ഭഗവാനോട് രാഗവായ്പില്ലാത്തവന്, കൂറും ഭക്തിയും ഇല്ലാത്തവൻ, അതായത് ഭഗവാൻ ഘോര സർപ്പമെന്ന് തോന്നി ഭയപ്പെടും. യോഗികൾക്ക് ഭക്തർക്കും ഇത് ക്ഷിപ്രസാധ്യവുമാണ്. അതായത് ഭഗവാനെ പിടികൂടുക എന്നത് യോഗികൾക്കും ഭക്തന്മാർക്കും ക്ഷിപ്രസാധ്യമാണ്. ഭക്തരല്ലാത്തവരാണെങ്കിൽ ഘോര സർപ്പത്തെ പോലെ ഭയപ്പെടും. ഹിരണ്യകശിപു ഭഗവാന്റെ രൂപം കണ്ട് ഭയസ്തബ്ധനായി ആകുകയും പ്രഹ്ലാദൻ അത്യധികമായ സ്നേഹത്തോട് സ്തുതിച്ച് ശാന്തനാവുകയും ചെയ്തു. പ്രത്യയ, പ്രജ്ഞസ്വരൂപനായിരിക്കുന്നവൻ. അതായത് തൈത്തിരീയ ഉപനിഷത്തിൽ പ്രസിദ്ധമായൊരു പ്രഖ്യാപനമുണ്ട്: സത്യം ജ്ഞാനമാനന്ദം ബ്രഹ്മ. ബ്രഹ്മം സത്യവും ജ്ഞാനവും അനന്തവുമായിരിക്കുന്നു. ഐതരേയോപനിഷത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യവുമുണ്ട്. പൂർണ്ണമായ അറിവ് ഭഗവാനിൽ മാത്രം ഇരിക്കുന്നു. അറിഞ്ഞതും അറിയേണ്ടതും അറിവിനാൽ എത്തേണ്ട ഇടവും ഭഗവാൻ തന്നെ. സർവദർശന, സദാ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്, പക്ഷേ ഏതൊന്നാണോ കണ്ണുകളുടെ കാഴ്ചശക്തിയായി വർത്തിക്കുന്നത് അത് ഭഗവാനാണെന്ന് അറിയുക. സുരേശ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ. അഹ സംവത്സരോ വ്യാല
പ്രത്യയ സർവദർശനാ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.